ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പുതുപുത്തൻ ആശയങ്ങളുമായി ഇന്നവേഷൻ എക്സ്പോ എഞ്ചിനെക്സ് 2025 വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമുള്ള 60ഓളം പ്രൊജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക വഴികളിലെ പൊതുസാധ്യതകളും ആശയങ്ങളുമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കേരള സെക്ഷന്റെ സഹകരണത്തോടെ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നവേഷൻ എക്സ്പോ എഞ്ചിനെക്സ് 2025 നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ രാജൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ASME കേരള സെക്ഷൻ ചെയർമാൻ വി രാജേന്ദ്രൻ നായർ, വൈസ് ചെയർമാൻ ഡോക്ടർ ലിജോ പോൾ, വൈസ് പ്രിൻസിപ്പൽ സോമി പി മാത്യു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ കെ ഷൺമുഖേഷ്, ASME ഫാക്കൽറ്റി കോർഡിനേറ്റർ ഡോക്ടർ അരവിന്ദ് എസ്, വിശ്വജ്യോതി സ്റ്റുഡൻസ് സെക്ഷൻ ചെയർമാൻ എഫ്രി എം പ്രിൻസ് എന്നിവർ സംസാരിച്ചു. വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും സാങ്കേതിക രംഗത്തെ പ്രൊഫഷണലുകളും പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ലീബ വർഗീസ്, ഡോക്ടർ വിനോജ് കെ, ഡോക്ടർ അരുൺ കെ ആർ, വിദ്യാർത്ഥികളായ ജിഷ്ണു ശ്രീകുമാർ, ഏഞ്ചല എൽസ ജോബി എന്നിവർ നേതൃത്വം നൽകി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള 60ഓളം പ്രോജക്ട് പ്രസന്റേഷനുകളും പേപ്പർ പ്രസന്റേഷനുകളും എക്സ്പോയിൽ അവതരിപ്പിച്ചു. കൺവെർട്ടബിൾ വീൽ ചെയർ കം ബെഡ്, ബയോഗ്യാസും പെട്രോളും ഉപയോഗിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന വാഹനം, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിരീക്ഷണ സംവിധാനം, ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യ നീക്കം ചെയ്യുന്നതിനുള്ള അക്വാട്രാഷ് കളക്ടിംഗ് മെഷീൻ, കരിയില പൊടിച്ച് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡ്രൈ ലീഫ് ഷ്രെഡിംഗ് മെഷീൻ തുടങ്ങിയവ ശ്രദ്ധേയമായിരുന്നു. എഞ്ചിനീയറിംഗ് രംഗത്തെ സുസ്ഥിര വികസനം, വ്യാവസായിക രംഗത്തെ നവീകരണവും ഇടപെടലും, മനുഷ്യ ശാക്തീകരണത്തിനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസുകളും ചർച്ചകളും എക്സ്പോയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.